അങ്ങനെ നങ്കൂരത്തിൽ കിടന്നിരുന്ന ഞങ്ങളുടെ കപ്പൽ കാർഗോ കയറ്റുന്നതിനായി പോർട്ടിലേക്ക് അടുപ്പിച്ചു. എങ്കിലും ലോഡിംഗ് തുടങ്ങാനായിട്ടില്ല. അതിനു മുന്നേ ഒരുപാട് പരിപാടികളുണ്ട്. കപ്പൽ പോർട്ടിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം പോർട്ടിലെ സർവേയർ വരും. നമ്മുടെ കപ്പലിലെ അറകൾ അവരുടെ കാർഗോ കയറ്റുന്നതിന് യോഗ്യമാണോ എന്ന് പരിശോധിക്കും. കപ്പൽ പോർട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ അറകളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കും. ഒരു തുള്ളി വെള്ളം പോലും ഈ അറകൾക്കുള്ളിലേക്ക് പോകാൻ പാടില്ല. അതിനൊക്കെ പലതരത്തിലുള്ള പരിശോധനകളുണ്ട്. അതിനുശേഷം ഹോൾഡ് ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. എങ്കിലേ കപ്പലിലേക്ക് കാർഗോ കയറ്റി തുടങ്ങൂ. ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ പാസ്സാകാതെ പല കപ്പലുകളും മടങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ കപ്പലിലേക്ക് കാർഗോ കയറ്റി തുടങ്ങി. നമ്മൾ അമേരിക്കയിൽ കണ്ടതുപോലത്തെ ഷൂട്ടറുകൾ ഉപയോഗിച്ചാണ് ഇവിടെയും അവർ ലോഡ് ചെയ്യുന്നത്. ഈ കാണുന്നതിന് ഗ്രാബ് എന്നാണ് പറയുന്നത്. ഇതുപയോഗിച്ചും കപ്പലിലേക്ക് കാർഗോ കയറ്റുകയോ ഇറക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊരു വലിയ പോർട്ടാണ്. പലതരത്തിലുള്ള കപ്പലുകൾ വന്നു പോകുന്നത് കാണാം. ഈ കാണുന്നതൊരു ടാങ്കർ വെസലാണ്. ഓയിൽ ഉൽപ്പന്നങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം കപ്പലുകളിലാണ്. ഇദ്ദേഹം കപ്പലിലേക്ക് വന്ന ഒരു വിസിറ്ററാണ്. കനേഡിയൻ പൗരനാണ്. പരിചയപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു. കേരളമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു പേപ്പർ നീട്ടി. എന്നെ അതിശയപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മലയാളമായിരുന്നു പ്രിൻ്റ് ചെയ്തിരുന്നത്. കാനഡയിൽ പ്രിൻ്റ് ചെയ്തതാണെങ്കിലും ആലപ്പുഴ ചേപ്പാടുള്ള ഒരു അഡ്രസ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിശദമായി അദ്ദേഹത്തോട് സംസാരിച്ചു. ഇദ്ദേഹം ഇതുപോലെ ഒരുപാട് കപ്പലുകൾ വിസിറ്റ് ചെയ്യാറുണ്ടെന്നും കേരളത്തിലും ലക്ഷദ്വീപിലുമായി ഒരുപാട് സീമാന്മാരെ പരിചയമുണ്ടെന്നും പറഞ്ഞു. അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ കറങ്ങിക്കണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ കപ്പലിൽ വർക്ക് ചെയ്യുന്ന മിനിക്കോയ് ദ്വീപിലെ 2 സുഹൃത്തുക്കൾ വന്നു. അവർ മിനിക്കോയ്ക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവർക്ക് നേരെയും കുറച്ച് പേപ്പറുകൾ എടുത്ത് നീട്ടി. മാലിക്കുബാസ് എന്നറിയപ്പെടുന്ന മഹൽ ഭാഷയായിരുന്നു ഇതിൽ അച്ചടിച്ചിരുന്നത്. മാലിദ്വീപിലെ ദിവേഹി എന്നറിയപ്പെടുന്ന സ്ഥലത്തെയും ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലെയും ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഇൻഡോ ആര്യൻ ഭാഷയാണിത്. ഈ ഭാഷയുടെ ഉത്ഭവം ശരിക്കും മഹാരാഷ്ട്രയാണ്. അറബ് എഴുതുന്നത് പോലെ വലത്തുനിന്നും ഇടത്തേക്കാണ് ഇതെഴുതുന്നത്. അദ്ദേഹം മഹൽ ഭാഷയിലുള്ള ഒരു പുസ്തകം എനിക്ക് സമ്മാനിച്ചു. എനിക്ക് ഈ ഭാഷ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പഠിക്കൂ എന്ന് പറഞ്ഞൊരു ചിരിയും പാസ്സാക്കിയിട്ടാണ് ആള് പോയത്. രാത്രിയിലും പകലുമൊക്കെ ഇവിടെ ലോഡിംഗ് നടക്കുന്നുണ്ട്. 2 ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ പോർട്ടിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. നമ്മൾ അമേരിക്കയിൽ നിന്നും എടുത്ത അതേ കോപ്പർ കോൺസെൻട്രേറ്റ് തന്നെയാണ് ഇവിടെ നിന്നും ലോഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്നും 2 അറകളിലാണ് ലോഡ് ചെയ്തത്. ബാക്കിയുള്ള 3 അറകളിൽ ഇവിടെ നിന്നും ലോഡ് ചെയ്യും. അങ്ങനെ മൊത്തം 54,000 മെട്രിക് ടൺ കോപ്പർ കോൺസെൻട്രേറ്റ് ആണ് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമായി നമ്മുടെ കപ്പലിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ കാർഗോ ചൈന, കൊറിയ, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് ഇറക്കാൻ പോകുന്നത്. ലോഡിങ്ങിന് ശേഷം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഗ്രാബ് ഉപയോഗിച്ചാണ് ഇവർ ഈ കാർഗോ നിരത്തുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കപ്പലിലേക്ക് എത്ര ടൺ കാർഗോ കയറ്റി എന്ന കണക്കെടുപ്പ് നടത്തും. അതിനുശേഷമേ കപ്പൽ പോർട്ട് വിട്ടു പോകൂ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കപ്പൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം പോകുന്നത് ചൈനയിലേക്ക്. കാനഡയിൽ നിന്നും 20 ദിവസത്തെ കപ്പൽ യാത്ര.